10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാനൊന്നും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആരുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. ഹൗസ് പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാൻ അമ്മാവന്മാരെ കൂടെ പോകാൻ തുടങ്ങി. കുറച്ച് മാസങ്ങളോളം അങ്ങനെ പോയി ജോലിക്ക്. അത് കഴിഞ്ഞ് പിന്നെ അമ്മൂമ്മയാണ് പറഞ്ഞത്, നീ ഇങ്ങനെ പണിക്കൊന്നും പോകണ്ട, ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ +1 +2 പഠിക്കുന്നത്. +2 കഴിഞ്ഞിട്ടും എനിക്ക് തുടർന്ന് പഠിക്കാൻ, +2 പാസ്സായി, തുടർന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെ എനിക്ക് പറ്റണില്ല. അപ്പോൾ തന്നെ കയ്യിൽ കാശ് വേണ്ടേ. അപ്പോൾ വീണ്ടും ഞാൻ പണിക്ക് ഇറങ്ങി. അങ്ങനെ കുറേ ദിവസം ജോലിക്ക് പോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സാറ് എൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു. അപ്പോൾ സാർ എന്നെ കണ്ടപ്പോൾ, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, സാറ് ഇത് കേട്ടപ്പോൾ എന്താണെന്ന് അറിയില്ല, നീ എന്തിനാ ജോലിക്ക് പോകുന്നേ? നീ എന്തിനാണ് ഇതുപോലെ കൂലിപ്പണിക്കൊക്കെ പോയി വെയിലും മഴയൊക്കെ കൊള്ളുന്നത്? എൻ്റെ ഉള്ളിൽ സംഗീതമല്ലേ? നീ ഇത്ര നന്നായിട്ട് പാടുന്ന ആളല്ലേ? നീ ഒരു കാര്യം ചെയ്ത് നാളെ നിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് ടൗണിലേക്ക് വായും, നമുക്ക് സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ അഡ്മിഷൻ എങ്ങനെയും റെഡിയാക്കാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞ് സാറിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ പോയി സംഗീതം പഠിക്കുന്നത്. തീർച്ചയായിട്ടും സാറ് അന്ന് എന്നെ അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ, സാർ എന്നെ കൂട്ടിക്കൊണ്ടു എൻ്റെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാവില്ലായിരുന്നു. ഞാനിപ്പോഴും വല്ല കൂലിപ്പണിയെടുത്ത് നാട്ടിലെവിടെയെങ്കിലൊക്കെ ആയിട്ട് അറിഞ്ഞിരിഞ്ഞ് നടത്തുന്ന ഒരാളായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സാർ.